നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് സിറിയയിലേക്കാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സിറിയയിൽ ഇസ്രയേലിനെ നേരിടാനായിട്ട് ഇറാൻ രംഗത്ത് വന്നേക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇസ്രയേൽ കഴിഞ്ഞ ദിവസം സിറിയയിൽ എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു. അതായത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു. അതിനാൽ തന്നെ ഇസ്രയേലിനെ നേരിടാനായിട്ട് ഇറാൻ മുന്നിട്ട് വന്നേക്കാം എന്ന രീതിയിൽ ഒരു സൂചന ഇപ്പോൾ പല വാർത്താ മാധ്യമങ്ങളും നൽകുന്നുണ്ട്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് ആറാഖ്ചി ഇസ്രയേലിന്റെ ഈ നടപടിയെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചുകൂടി ചേർന്ന് ഇസ്രയേലിന്റെ ഇത്തരം പ്രവർത്തികളെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തമ്മിൽ ഒത്തൊരുമയില്ലാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയുമായി സഖ്യത്തിലാണ്. അതിനാൽ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാകുക എന്ന് പറയുന്നത് അത് എത്ര കണ്ട് നടക്കുമെന്നുള്ളത് സംശയമാണ്. ഇസ്രായേലിന്റെ പ്രവൃത്തികളെ മിക്ക രാജ്യങ്ങളും എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് വിരൽ ചൂണ്ടാനായിട്ട് ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഇറാന് അമേരിക്കയായാലും ഇസ്രായേൽ ആയാലും അവർ അത് വകവയ്ക്കാതെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏത് വൻശക്തി ആയാലും, അത് ഇസ്രായേൽ ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ ഇറാൻ തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളോട് ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നത്. അബ്ബാസ് ആറാഖ്ചി ഇങ്ങനെ പറയുന്നതിനോട് കൂടി തന്നെ അദ്ദേഹം സിറിയയിലെ ഗവൺമെന്റ് ബിൽഡിംഗ് അത് തകർക്കുന്ന ഒരു വീഡിയോയും അദ്ദേഹം ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഏകദേശം 3 പേരോളമാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു പ്രതികരണവും വരുന്നുണ്ട്. ഇസ്രയേലും സിറിയയും തമ്മിലുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇസ്രയേലും സിറിയയും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം, അതായത് 12 ദിവസം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം സിറിയയിൽ ഇസ്രയേലും ഇറാനും നേർക്കുനേർ വരുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അത് അന്തർദേശീയ നിയമങ്ങൾക്കെതിരാണ് എന്ന് ഇറാൻ പറയുമ്പോൾ സിറിയയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇറങ്ങുമോ എന്ന സംശയം അതിപ്പോഴും ശക്തമാണ്. വരും ദിവസങ്ങളിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതിനിടെ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ നേരിട്ട് ടിവിയിലൂടെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ബന്ധു കൈമാറ്റത്തെ പറ്റിയും അതുപോലെ തന്നെ ഗസയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഇതുവരെ നടന്ന ചർച്ചകളിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നും അതുപോലെ തന്നെ കൂടുതൽ സൈനികരെ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു പ്രചരണമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അബു ഉബൈദയുടെ പ്രസ്താവന ഗസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിനിടെ ഇറാന്റെ ആർമഡ് ഫോഴ്സ് ചീഫ് ആയിട്ടുള്ള മൗസാവി ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എഫക്റ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ആക്രമണങ്ങൾ തടയാൻ സാധിച്ചതെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജൂൺ 13 ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തി. അതിന് റിട്ടാലിയേഷനായിട്ട് ഇറാൻ ഇസ്രയേലിൽ ശക്തമായിട്ടുള്ള ബാലസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ടെല്ലവീവും അതുപോലെ തന്നെ ഹൈഫയിലും എല്ലാം തന്നെ ആക്രമണം ഉണ്ടായി. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിന് അവരുടെ ലക്ഷ്യമായിട്ടുള്ള ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കുക, അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതുമില്ല. ഇറാന്റെ യുദ്ധവിജയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ എയർഫോഴ്സ് ചീഫ് തന്റെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്.